മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ജയറാമും പാർവതിയും. ഓൺ സ്ക്രീനിലെ പ്രണയജോഡി ജീവിതത്തിലും കമിതാക്കളായി മാറുകയായിരുന്നു. ഇരുവരുടെയും പ്രണയവും വിവാഹവുമൊക്കെ മലയാളികൾ ഒരുപാട് ചർച്ചയാക്കിയതാണ്. കാലങ്ങൾക്കിപ്പുറവും മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡിയായി തുടരുകയാണ് ജയറാമും പാർവതിയും. ഇരുവരുടെയും മകൻ കാളിദാസ് ഇന്ന് മുൻനിര നായകനാണ്. മകൾ മാളവികയും ആരാധകർക്ക് പരിചിത മുഖമാണ്. ഇപ്പോഴിതാ താങ്കളുടെ പ്രണയകാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് പാർവതി. മനോരമയുടെ വാർഷിക പതിപ്പിലൂടെയാണ് പാർവതി അക്കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്നത്. താനും ജയറാമും പ്രണയത്തിലാണെന്ന് അറിഞ്ഞതോടെ തന്റെ അമ്മ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയതെന്നാണ് പാർവതി പറയുന്നത്. താങ്കൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം അമ്മ ഒഴിവാക്കിയിരുന്നു എന്നാണ് പാർവതി പറയുന്നത്. അതിനിടെ രസകരമായൊരു കാർ ചേസിങ്ങിന്റെ കഥയും പാർവതി പങ്കുവയ്ക്കുന്നുണ്ട്. സത്യ അന്തിക്കാടിന്റെ തലയണമന്ത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു സംഭവം. തിരുവനന്തപുരത്തായിരുന്നു നടക്കുന്നത്. ജയറാമിന്റെ ഭാഗം അന്ന് ചിത്രീകരിക്കുന്നില്ലെന്ന ധാരണയിൽ അമ്മ അന്ന് വന്നില്ല. എന്നാൽ അവസരം തിരിച്ചറിഞ്ഞ് ജയറാം സെറ്റിലെത്തി. വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഞാൻ കാറിൽ കയറിയപ്പോൾ ജയറാമും ഒപ്പം കൂടി. സത്യേട്ടനും സംഘവും അനുഗ്രഹിച്ചു വിട്ടു. കാർ ഗേറ്റ് കടക്കുമ്പോൾ അതാ വരുന്നു അമ്മ മറ്റൊരു കാറിൽ. ഞാനാകെ വിയർത്തു. കാർ പറപ്പിച്ചു വിട്ടോളാൻ യൂണിറ്റിലെ ഡ്രൈവറോട് ജയറാം പറഞ്ഞതോടെ ഞങ്ങളുടെ കാർ പറന്നു. അമ്മയാണെങ്കിൽ പിന്നാലെ. ഉഗ്രൻ ചെസ്. ഒടുവിൽ ബേക്കറി ജംഗ്ഷനിൽ ഇട്ടു പിടികൂടി എന്നാണ് പാർവതി പറയുന്നത്. എന്നെ കാറിൽ നിന്നിറക്കി അമ്മയും കാറിൽ കയറി. ചമ്മി നിൽക്കുന്ന ജയറാമിനെ രൂക്ഷമായി നോക്കി അമ്മയും. വീട്ടിലെത്തിയ ശേഷം പൊടിപൂരമായിരുന്നു എന്നും പാർവതി പറയുന്നുണ്ട്. തന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ പ്രത്യേക ആളുകളെ തന്നെ അമ്മ നിയോഗിച്ചിരുന്നു എന്ന് പാർവതി പറയുന്നുണ്ട്. താങ്കളുടെ വിവാഹത്തെക്കുറിച്ചും പാർവതി സംസാരിക്കുന്നുണ്ട്. ഗുരുവായൂരിലായിരുന്നു കല്യാണം. തലേന്നു തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അമ്മയും അച്ഛനും മിണ്ടുന്നേയില്ല. സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ ഒട്ടേറെ പേർ ആഘോഷമാക്കി ആ വിവാഹം. പക്ഷേ എന്റെ മാതാപിതാക്കളുടെ മുഖം തെളിഞ്ഞതേയില്ല. താലി കെട്ടിയപ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലായി. ചടങ്ങിന് ശേഷം ജയറാമിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുവിടാനായി എനിക്കൊപ്പം അച്ഛനും അമ്മയും വന്നില്ല. 4-ാം നാൾ തിരികെ പെൺവീട്ടിലേക്ക് പോകുന്ന ചടങ്ങുണ്ട്. ആരും വിളിച്ചില്ല. ഞങ്ങൾ പോയതുമില്ല എന്നാണ് പാർവതി പറയുന്നത്. 8 മാസത്തോളം അമ്മയുടെ മൗനം തുടർന്നു. ഞാൻ ഗർഭിണിയായ ശേഷമാണ് അമ്മ എന്നോട് സംസാരിച്ചത് എന്ന് പാർവതി പറയുന്നു.